ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിമ വന്ന രേവതിക്ക് ഗിഫ്റ്റ് കൊടുക്കുക. അത് കണ്ടപ്പോഴത്തേക്കും ഗിഫ്റ്റോ എന്തിനെന്നും ചോദിച്ച ചന്ദ്രമതി. ഇന്നത്തെ ദിവസം രേവതിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ, ഞാൻ 2 സ്വർണ്ണവളകൾ വാങ്ങിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മഹിമ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും ശ്രുതിയൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കുക. അയ്യോ എന്നും പറഞ്ഞേ. അപ്പോഴത്തേക്കും ചന്ദ്രമതി നല്ല മനസ്സാ മഹിമയുടെ, ഇത്രയൊക്കെ നടന്നിട്ടും നീ അവൾക്ക് വില കൂടിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ്. ആ സമയത്ത് സച്ചി നേരെ പോലും നോക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അവർക്കെല്ലാവർക്കും ഭയങ്കര സങ്കടം. അതായത് നമ്മുടെ ലക്ഷ്മിയെ കളിയാക്കാൻ കിട്ടിയ ഒരു അവസരമാണ് നമ്മുടെ ചന്ദ്രമതിക്ക്. സ്വന്തം മകളുടെ ഫംഗ്ഷനായിട്ട് പോലും ചിലരിവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, വെറും കൈയും വീശിയാണ് വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മയെ കളിയാക്കുകയാണ് ചന്ദ്രമതി അവിടെ നിന്ന്. അപ്പോൾ ദേവുവിനും അമ്മയ്ക്കും അത് വല്ലാത്ത വിഷമമായി. ആ സമയത്ത് സച്ചി ഇങ്ങനെ നോക്കുക തുറിച്ച്. ദയനീയമായിട്ട് ലക്ഷ്മിയും നമ്മുടെ രേവതിയെ നോക്കുക കേട്ടോ. മഹിമ ആരാ പൊന്നുമോള്, മഹിമ ഇതൊക്കെ പറയിക്കാൻ വേണ്ടി അത് കൊണ്ടുവന്നതും. രേവതി നീ എനിക്ക് മകള് തന്നെയാണെന്നും കൈ കാണിക്കെന്നും പറഞ്ഞ് രേവതിയോട് ഈ മഹിമ പറയുമ്പോൾ സച്ചി പുറകിൽ നിന്ന് രേവതി രേവതി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കി മേടിക്കരുത് എന്നുള്ള രീതിയിൽ കണ്ണടച്ച് കാണിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുക. ശ്രുതി അന്നേരം എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് കയ്യിലിടാൻ നോക്കിയപ്പോൾ ആൻറ്റി അത് ആ വള ഇങ്ങനെ തരാൻ പറഞ്ഞു. അപ്പോൾ രേവതി അത് കയ്യിൽ വാങ്ങിച്ചു. എന്നിട്ട് ഇതിങ്ങനെ കയ്യിൽ നോക്കിയിട്ട് ആൻറ്റി നല്ല ഡിസൈനാ, എനിക്കിത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹിമയുടെ മുഖത്തൊരു പുഞ്ചിരി. അപ്പോൾ ആ ഒരു സമയത്ത് ഓസിന് കിട്ടുന്നതല്ലേ, പിന്നെ ഇഷ്ടാവാതിരിക്കുമെന്ന് ചന്ദ്രമതി മനസ്സിലിങ്ങനെ പറയുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സ്വർണ്ണം വെള്ള, നമ്മുടെ ആനിവേഴ്സറിക്കും കിട്ടുമായിരിക്കും വെള്ള എന്ന് ശ്രുതിയോട് ഇങ്ങനെ പറയും കേട്ടോ. സമയത്ത് രേവതി ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, അത് കയ്യിലേക്ക് ഇടാൻ പറഞ്ഞു, കയ്യിലിട് രേവതി എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പം ഞാൻ ഇട്ടോളാം കയ്യിലിട്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി വള ഇങ്ങനെ കയ്യിൽ പിടിച്ച് നേരെ ആ വളയുമായിട്ട് വർഷയുടെ അടുത്തേക്ക് എന്നിട്ട് വർഷയുടെ കയ്യിലിട്ട് കൊടുത്തു. ഇത് നിന്റെ കയ്യിലിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് രേവതി വർഷയോട് പറയും. അപ്പോഴത്തേക്കും മഹിമ ഇങ്ങനെ നോക്കും. അപ്പോൾ സച്ചിക്ക് സന്തോഷമായി കേട്ടോ. അങ്ങനെ രേവതി അത് വർഷയുടെ കൈകളിൽ ഇട്ട് കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായത്, അതുപോലെ തന്നെ ദേവുവിനും സന്തോഷമായത്. മഹിമയ്ക്ക് അത് വലിയ അപമാനമായിപ്പോയി. മഹിമ അന്നേരം ഇങ്ങനെ വന്ന് ഇവർ രണ്ടുപേരെയും മാറി ഇങ്ങനെ നോക്കുക. അപ്പോൾ രവിയേട്ടനും ഇങ്ങനെ നോക്കിയിട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് അത് അട്ടി കിട്ടിയതുപോലെ ആയിപ്പോയി, മുഖത്തടിച്ചതിനപ്പുറം ആയിപ്പോയി രേവതിയുടെ ആ ഒരു പ്രവൃത്തി. അപ്പം അച്ചമ്മയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം നന്നായിട്ടുണ്ട് എന്ന് രേവതി ഇങ്ങനെ പറയാറ് വർഷയോട്, നല്ല ഭംഗിയുണ്ട് കാണാനൊന്നും. ചന്ദ്രമതി വലിയ ആള് കളിച്ചതാ, ചീറ്റിപ്പോയി. അതുപോലെ മഹിമയും ആള് കളിച്ചതാ, അതൊന്നും ചീറ്റിപ്പോയി. ആ സമയത്ത് ചന്ദ്രേ നീ കണ്ടില്ലേ, തനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ വള രേവതി വർഷയുടെ കൈകളിൽ ഇട്ട് കൊടുത്തത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുക രവിയേട്ടൻ. അതാ രേവതി മോളുടെ മനസ്സെന്നും രവിയേട്ടൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. നല്ല മരുമകളുമാരായാൽ ഇങ്ങനെ ഇരിക്കണം എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ ഒരു മോളെ കിട്ടിയതിനെ ദൈവത്തോട് നന്ദി പറയാനായിട്ട് അച്ഛൻ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹിമയ്ക്കും അതുപോലെ ചന്ദ്രമതിക്കും വലിയ ഇതായിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് രേവതി നീ എന്താ ഈ ചെയ്തേ, ഇത് ഞാൻ നിനക്കായിട്ട് വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ സാരമില്ല ആൻറ്റി, അത് വർഷയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നും രേവതി മഹിമയോട് പറയാം. മഹിമ വലിയ ആളാവാന്ന് വിചാരിച്ച് വന്നതാ, ചീറ്റിപ്പോയി. സ്വർണത്തോടും പണത്തോടും ഒന്നും എനിക്ക് വലിയ ആർത്തിയൊന്നും ഇല്ല ആൻറ്റി എന്ന് രേവതി ഇങ്ങനെ മഹിമയോട് എന്നാ പറഞ്ഞു മഹിമ ഒരു തലയാട്ടൽ. ചന്ദ്രമതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. രേവതി കഴുത്തിലും കയ്യിലും ഒക്കെ നിറയെ സ്വർണ്ണം ഇട്ട് നടക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല എന്നും രേവതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ സച്ചേട്ടൻ കഴുത്തിൽ കെട്ടിയ ഒരു സ്വർണ്ണത്താലി ഉണ്ട് എൻ്റെ കഴുത്തിൽ, ജീവിത അവസാനം വരെ ഇതെൻ്റെ കഴുത്തിൽ കിടക്കണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്നും രേവതി ഇങ്ങനെ പറയുമ്പോൾ പിന്നെ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക അവിടെ. ആ സമയത്ത് നിങ്ങളല്ലേ പറഞ്ഞത് രേവതി നിങ്ങളുടെ മകളാണെന്ന്, രേവതി വളകൾ അവളുടെ സഹോദരിക്ക് കൊടുത്തു എന്ന് കരുതിയാൽ മതി എന്ന് സച്ചിയും മഹിമയോട് അങ്ങ് പറഞ്ഞു. അപ്പോൾ വർഷയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും മനസ്സിലാകാതെ. അപ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ശ്രുതി അവിടെ ഇരിക്കും. അന്നേരത്തേക്കും അല്ല സമയം ഒരുപാടായി, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേ, അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് മെൽറ്റായി പോകും എന്നും പറഞ്ഞ് ശ്രുതി തീറ്റേ എന്നൊരു വിചാരമേ ഉള്ളൂ. അപ്പോൾ സച്ചേട്ടാ കേക്കൊന്ന് കട്ട് ചെയ്തേക്ക്, ഇല്ലെങ്കിൽ സുധേട്ടൻ അതെടുത്തോണ്ട് ഓടുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. അയ്യോ അല്ല മെൽറ്റായി പോകും അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങ് പോകുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ മഹിമ എന്തൊരു ചൂടാ ഇവിടെ, എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആവിയെടുക്കൽ കാണിക്കുന്നു. മരം എല്ലാം വെട്ടിമുറിച്ചില്ലേ, നാട്ടിലിപ്പോൾ കെട്ടിടങ്ങളേ ഉള്ളൂ, മരങ്ങളില്ലാന്നും അതാ ഇങ്ങനെ ചൂടെന്നും അച്ചമ്മ പറയുമ്പം ഞാൻ വേണമെങ്കിൽ സെൻട്രലൈസ്ഡ് AC ഒക്കെ ഉണ്ടാക്കി തരാം, അതിവിടെ ഫിറ്റ് ചെയ്താൽ പോരെ എന്നൊക്കെ മഹിമ ചോദിച്ചു. നിങ്ങളെന്ത് എങ്ങനെ ഇവിടെ കഴിയുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത് കാണിച്ചപ്പോൾ എന്താ നിങ്ങളീ പറഞ്ഞേ എന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുക. ആ സമയത്ത്
എന്ന് പറഞ്ഞ അച്ഛൻ സച്ചിയെ വിളിച്ച് താക്കീത് ചെയ്യും. അപ്പോഴത്തേക്കും മഹിമ കളിയാക്കാനുള്ളതാണെന്ന് അച്ഛന് മനസ്സിലായി. ആ സമയത്ത് അതൊന്നും വേണ്ട മഹിമേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ മഹിമയോട് അച്ഛൻ പറയുമ്പോൾ, അല്ല വേറൊന്നും തോന്നണ്ട കേട്ടോ, ഇതും എൻ്റെ വീട് പോലെ തന്നെയല്ലേ രവിയേട്ടാ, വർഷയ്ക്കാണെങ്കിൽ AC ഇല്ലാണ്ട് കഴിയാനും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ, അവളുടെ മുറിയിൽ AC ഉണ്ട് എന്ന് പറഞ്ഞു രവിയേട്ടൻ. ആ സമയത്ത് ഇവിടെ ഇല്ലല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ AC വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫാൻ ഉണ്ടല്ലോ അത് മതി എന്ന് രവിയേട്ടൻ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ അച്ഛന് വേണ്ടി കൈ അടിച്ചു സച്ചി. അതേ സമയം പാഴായിക്കൊണ്ടിരിക്കുക. എടാ സച്ചി, നീ ഇത് കേക്ക് കിട്ടിയാത്തേടാ എന്ന് ചോദിച്ചുകൊണ്ട് സുധി. അപ്പം നീ ഒന്ന് ചുമ്മാതിരിക്കടാ സുധി എന്നും പറഞ്ഞു ചന്ദ്രമതി അന്നേരം പറഞ്ഞു. അമ്മ ലേറ്റായ കേക്ക് മെൽറ്റായി പോകും, പിന്നെ നമുക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റത്തില്ല, സ്പൂൺ കൊണ്ട് വാരി കുടിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞതേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുമ്പം, അതെ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പം, ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊന്നും വേണ്ട മഹിമേ നമ്മുടെ അച്ഛമ്മ അന്നേരം പറഞ്ഞു. മഹിമയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ സ്പീഡൊക്കെ കൂട്ടിയിടാം. അയ്യോ അതൊന്നും വേണ്ടായേ, വെറും ഒരു ഡ്രൈവറായ നിങ്ങൾക്ക് ചൂടും തണുപ്പും ഒന്നും ഒരു പ്രശ്നമല്ല എന്നും അതൊക്കെ സഹിച്ച് കുറേ ബസ് ഓടിച്ചതല്ലേ എന്നും ചന്ദ്രമതി അന്നേരം പറയുക. ശീലമായല്ലോ, അങ്ങനെയാണോ മഹിമയും വർഷയൊക്കെ? അന്നേരം ചന്ദ്രേ എന്ന് പറഞ്ഞ അച്ചമ്മ ഒരു വിളി, ചന്ദ്രയുടെ വായ അടഞ്ഞു, അടപ്പിച്ചു അച്ചമ്മ. ആ സമയത്ത് അച്ഛാ എല്ലാവരും വന്നില്ലേ കേക്ക് മുറിക്കുക അച്ഛാ. അങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക, വന്ന് കേക്ക് മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ കേക്ക് മുറിക്കാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ അശോകേട്ടൻ വന്നു. വാ അശോക കയറി വാ, കേക്ക് മുറിക്കാറായെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് മുഹൂർത്തമായി, നീ ടൈം വേസ്റ്റ് ചെയ്ത് കേക്ക് മുറിക്കിടാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് വെപ്രാളം കൂട്ടി രേവതിയും സച്ചിയും കൂടെ കേക്ക് മുറിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തു. ഇതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അച്ഛമ്മയ്ക്ക് കൊടുത്തു, അച്ഛന് കൊടുത്തു. ശ്രുതി നമുക്ക് 2 പീസ് വെച്ച് കഴിക്കാം കേട്ടോ, പിന്നെ ഇവൻ ഇതിങ്ങനെ കട്ട് ചെയ്താന്ന് പറഞ്ഞ് ശ്രുതി പറയുമ്പോഴത്തേക്ക് എടാ ഒന്നും മിണ്ടാതിരിക്കടാ, നീ മുഴുവനും എടുത്തോളാൻ പറഞ്ഞു അച്ഛൻ ശ്രുതിയോട്. നീ വന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതിയെ കൊണ്ട് കട്ട് ചെയ്യിച്ചു. ശ്രുതിക്കും കൊടുത്തു, ശ്രുതിയും കൂടെ കഴിക്കുക. ആർത്തി പൂണ്ട് ഇങ്ങനെ കിടന്ന് വരിക അവിടെ കിടന്ന്. അപ്പം സച്ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ വർഷ പറയുമ്പോൾ പിന്നെന്താ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സച്ചിയും രവി കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും നമ്മുടെ വർഷ എടുത്തു. ഇത് കഴിഞ്ഞ് അവിടെ ചന്ദ്രമതിയും അതുപോലെ മഹിമയും കൊണ്ട് നിന്ന് സംസാരിക്കുന്നു. തൊട്ട് പുറകിൽ ശ്രുതി കേക്ക് കുഞ്ഞിപ്പിള്ളേർ കഴിച്ച് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പം ചടങ്ങെല്ലാം കഴിഞ്ഞല്ലോ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് മഹിമ പറയുമ്പം, അയ്യോ ഒന്നും കഴിക്കാതെയോ? ഒന്നും വേണ്ട, ചടങ്ങിന് വിളിച്ചു വന്നു. അല്ല എന്നാലും ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ മഹിമ? അതൊക്കെ പിന്നൊരിക്കലാകാവുന്നേ, തിരക്കല്ലേ എന്ന് പറഞ്ഞു മഹിമ പോകാൻ ഇറങ്ങുമ്പോൾ രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. രവിയേട്ടൻ ഞാനൊന്ന് ഇറങ്ങട്ടെ, അപ്പം ശരി ഒന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷം അങ്ങോട്ടേക്ക് വന്നു. മോളെ അമ്മ ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു മഹിമ അവിടെ നിന്ന് പോന്നു. അപ്പോഴത്തേക്കും ശ്രീകാന്തിനെ വർഷ വിളിച്ചു അമ്മയെ യാത്രയാക്കാൻ. മഹിമ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴും എല്ലാവരും ചുറ്റിനും എങ്ങനെ ഇരിക്കാം. അപ്പോൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് രേവതി വന്നു. അയ്യോ മോളെ ഇപ്പം മധുരം കഴിച്ചതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ, എല്ലാവരെയും ഒരുമിച്ചിരുന്ന് കാണുന്നത് ഇപ്പോഴല്ലേ എന്ന് അശോകൻ പറയുമ്പോൾ, അത് നീ ഇങ്ങോട്ട് വരാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സച്ചേട്ടാ രേവതി വാ എന്നും പറഞ്ഞ് ഇങ്ങനെ ശ്രീകാന്ത് വിളിക്കുക. അപ്പോൾ എന്താണ് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ നിർബന്ധിച്ച് ഗിഫ്റ്റ് കൊടുക്കുക. എന്താണ് ഇതെന്ന് ചോദിച്ചു. ഇതങ്ങ് വാങ്ങിക്കാൻ പറഞ്ഞു, ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് ശ്രീകാന്തും വർഷയും കൂടെ കൊടുക്കുക. അപ്പോഴും ശ്രുതി അവിടെ നിന്ന് കേക്ക് തിന്നുകൊണ്ടിരിക്കട്ടെ. ആ കേക്ക് മുഴുവനും ശ്രുതിയാണ് തിന്ന് തീർത്ത്. ശ്രുതിയെ നേരത്തിന് ഇങ്ങനെ കണ്ണെത്തി വലിഞ്ഞിട്ട് കൊടുത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, എന്താ ഗിഫ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവർ ആ ഗിഫ്റ്റ് തുറന്ന് നോക്കി. അപ്പോൾ നല്ലൊരു ഫോട്ടോ ആയിരുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. നന്നായിട്ടുണ്ടല്ലേ, സൂപ്പറായിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അപ്പോൾ എന്താടാ ഗിഫ്റ്റ് എന്ന് ചോദിച്ചു ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഇവർ അന്ന് വിവാഹം കഴിച്ചപ്പോൾ എടുത്ത ഫോട്ടോയാണ്, ഞങ്ങളേക്കൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഫോട്ടോ ആയിരുന്നു എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ അമ്മയെന്ന് പറഞ്ഞു രവിയേട്ടൻ. അപ്പോൾ അമ്മയും പറഞ്ഞു നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ടെന്ന്. അങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കണമെന്ന് പറഞ്ഞു. പിന്നെ മുറിയില്ലാന്നും പറഞ്ഞു അവിടെ ഇവിടെയും കൊണ്ട് ഇട്ടേക്കരുത്, പറഞ്ഞേക്കാമെന്ന് നമ്മുടെ അച്ഛമ്മ പറയുമ്പോൾ, മതിയടാ എന്തോ നാടായിരുന്ന് അച്ഛൻ ചോദിക്കുക ശ്രുതിയോട്. അല്ല കലാപരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഭക്ഷണം കഴിക്കാമല്ലോ അല്ലേ ഇന്ന് ശ്രുതി. ഇത്രയും നേരം കേക്കിന് വേണ്ടിയായിരുന്നു കരച്ചിൽ, ഇനി ഭക്ഷണത്തിന് വേണ്ടി കിടന്ന് കരയാണോ എന്ന് ചോദിച്ചു ശ്രീകാന്ത് ശ്രുതിയോട്. ഭക്ഷണം കഴിക്കാനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. കപ്പിൾസിന് ആശംസകൾ അറിയിച്ച എല്ലാവരും 2 വാക്ക് സംസാരിക്കണമെന്നൊക്കെ വർഷ പറയുക. അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും സച്ചിയേട്ടനും രേവതി ചേച്ചിയും കൂടി 2 വാക്ക് സംസാരിക്കണമെന്നും വർഷ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോഴേക്കും വർഷേ ഇപ്പം എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയണേ, ഇവരെ കുറിച്ച് എന്ത് പറയാനാ നമുക്ക് എന്ന് വർഷ ചോദിക്കുമ്പം ഇഷ്ടം പോലെ പറയാനുണ്ടെന്ന് പറഞ്ഞു അച്ഛമ്മ.
ഇതൊരു നല്ല മെമ്മറി ആയിരിക്കുമെന്നും വർഷ അന്നേരം പറയാം. ഇപ്പം ഈ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. പിന്നെ എന്നും പറഞ്ഞു ശ്രുതിയും ശ്രീകാന്ത് ഓരോരുത്തരെയായിട്ട് ശ്രീകാന്ത് പറയാൻ വിളിക്കാൻ പറഞ്ഞു വർഷ. അങ്ങനെ എന്നും പറഞ്ഞു ചുറ്റിനും ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് നോക്കി ആരാ വിളിക്കും, ആരായിരിക്കും ആദ്യം പറയുന്നേ എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത്. ഞാൻ തന്നെ പറയാം, രണ്ടാൾക്കും ആദ്യം തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ബെസ്റ്റ് വിഷസ് എന്നും ശ്രുതി പറയാം. അതും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കേക്ക് കഴിക്കുക വീണ്ടും. ആക്ച്വലി ഇവർ രണ്ടുപേരും എന്നോടാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ എന്തിനാ നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പം, അല്ല ഞാൻ കാരണമല്ലേ നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടന്നത്. ഞാൻ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കല്യാണം നടക്കുമായിരുന്നു എന്ന് ഈ ശ്രുതി ചോദിക്കുക. അന്ന് അങ്ങനെ കെട്ടിയത് കൊണ്ട് നിന്റെ കല്യാണം നടന്നു, അല്ലെങ്കിൽ നിനക്കൊക്കെ ആര് പെണ്ണ് തരാനാടാ എന്നിങ്ങനെ ശ്രുതി സച്ചിയോട് ചോദിക്കുമ്പോൾ ഒറ്റ വീക്കേം വെച്ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുക. ആ ഒരു സമയത്ത് അച്ചമ്മ ഇവനെ ഒരു നോട്ടം അങ്ങ് നോക്കിയിട്ടോ. എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന രീതിയിലാണല്ലോ ശ്രുതി സംസാരിച്ചത്. എന്തായാലും യാതൊരു പണിയില്ല, ജോലിയും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ കാറ് ഓടിച്ച് കള്ളും കുടിച്ച് നടന്നവനല്ലേടാ നീ. നിനക്കല്ലേടാ പെണ്ണിനെ കിട്ടിയെന്ന് ചോദിക്കുമ്പം, എടാ സുധി, സച്ചിയും രേവതിയെയും കുറിച്ച് നല്ലത് പറയാൻ പറഞ്ഞിട്ട് നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് അച്ചമ്മ ചോദിച്ചു. അല്ല അച്ചമ്മയെ, ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മതി നീ പറഞ്ഞിടത്തോളം മതിയെന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. നീ ആ കേക്ക് മൊത്തം എടുത്ത് അണ്ണാക്കിലേക്ക് തള്ളു, എന്നിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു അച്ഛൻ. ഇത് കഴിച്ചു കഴിഞ്ഞല്ലോ അച്ഛാ എന്ന് പറഞ്ഞ് ശ്രുതി വലുവായിൽ മുഴുവനോടെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാം. അന്നേരത്തേക്കും പിന്നെ ഇനി ശ്രുതിയെടുത്തി പറയാൻ പറഞ്ഞു ശ്രീകാന്ത്. ശ്രുതി അന്നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ശ്രുതിയും നല്ലതൊന്നും പറയില്ലെന്ന് അവർക്കറിയാം. രണ്ടുപേർക്കും ആശംസകൾ. ഓരോ ഹസ്ബൻഡിനെ മാറ്റിയെടുക്കാനുള്ള പവർ വൈഫിന് വേണമെന്നും സച്ചിയെ അവൻ്റെ വായിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയും, ഒരു കാര്യമില്ലാതെ വഴക്കും അടിക്കും. അവൻ്റെ ഈ സ്വഭാവം അടുത്ത ആനിവേഴ്സറിക്കെങ്കിലും രേവതി മാറ്റിയെടുക്കണമെന്ന് ശ്രുതി പറയാം. അത് കേട്ടപ്പം ഇന്ന് ചിരിച്ചു സച്ചി. രേവതി, പാർലറേട്ടത്തി ഇപ്പം പറഞ്ഞു നീ നോട്ട് ചെയ്തില്ലേ നീ ചോദിച്ചപ്പം നോട്ട് ചെയ്തു എന്ന് പറഞ്ഞു രേവതിയെ. ഞാനേ എൻ്റെ വായി തോന്നിയതൊന്നും അല്ല വിളിച്ചു പറയുന്നത്, എൻ്റെ മനസ്സിൽ തോന്നുന്നതാ പറയാറ്. അതൊന്നും ആർക്കും മാറ്റാൻ കഴിയുകയില്ല എന്ന് സച്ചി അന്നേരം ശ്രുതിയോട് പറഞ്ഞു. എന്ന് പറഞ്ഞ് നിൽക്കുക ശ്രുതി അന്നേരം. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കല്ലേ. ശ്രീകാന്ത്, ഇനി ശ്രീകാന്ത് പറയാൻ പറഞ്ഞു വർഷ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് നല്ലതാട്ടോ പറഞ്ഞത്. ഞാൻ മുൻപ് കണ്ട സച്ചേട്ടനും ഇപ്പം കാണുന്ന സച്ചേട്ടനും ഒരുപാട് മാറ്റങ്ങളുണ്ട്. സച്ചേട്ടൻ ആളാകെ മാറിപ്പോയി. എല്ലാത്തിനും കാരണമേ രേവതി അടുത്ത് തന്നെയാണെന്ന കാര്യം ശ്രീകാന്ത് അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര ഒരു അഭിമാനം, സന്തോഷം. രണ്ടാളും വളരെ സന്തോഷത്തോടെ കഴിയുന്നു. അത് കാണുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ എല്ലാവരുടെയൊക്കെ പറഞ്ഞു. സച്ചേട്ടനും രേവതി എടുത്തിയും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന കാര്യമൊക്കെ പറയുമ്പം സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുവാണ്. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഗോഷ്ടികൾ മുഴുവൻ കാണിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അച്ചമ്മയ്ക്കും അതുപോലെ ലക്ഷ്മിമ്മയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമായി. വർഷ നീ പറയാൻ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ വർഷ ഭയങ്കര സന്തോഷത്തോടെ പറയാൻ തുടങ്ങും. അപ്പോഴത്തേക്കും തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ചന്ദ്രമതി ഇരിക്കുക. ഞാനും ശ്രീകാന്തും ഒന്നിച്ച് ജീവിക്കാൻ കാരണം രേവതി ചേച്ചിയാണ് എന്നിങ്ങനെ നമ്മൾ പറയുമ്പം എന്ന് പറഞ്ഞ് രേവതി തലയാട്ടി. ചന്ദ്രമതി അന്നേരത്തേന് ഇങ്ങനെ നോക്കുക. എൻ്റെ പൊന്നു വർഷേ, നീ അതൊന്നും കയറി പറഞ്ഞേക്കല്ലേ, അതൊക്കെ ഇവിടെ എല്ലാവരും മറന്നതാ. എന്തെങ്കിലും കുത്തിപ്പൊക്കാൻ കിട്ടുമെന്ന് കാത്തിരിക്കുക ചിലരിവിടെ എന്നും പറഞ്ഞ നേരത്തേക്ക് നമ്മുടെ വർഷയോട് രേവതി പറഞ്ഞു. അത് ശ്രുതിയെയും ചന്ദ്രമതിയെയൊക്കെ ഉദ്ദേശിച്ചാണ് രേവതി പറഞ്ഞത്. ഈ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് രേവതി ചേച്ചിയാണെന്നും രേവതി ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടെന്നും സച്ചേട്ടൻ്റെ ക്യാരക്ടർ തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന് വർഷ പറയുമ്പം, അടുത്ത അമ്പ് നീ എൻ്റെ നേരക്ക് തന്നെയാണല്ലോ വിടുന്നത്. ഏതോ ഹമ്പേറ്റ് ശീലമുള്ളത് കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ നേരം പറയാം കേട്ടോ. അപ്പോൾ സച്ചേട്ടൻ്റെ കൂടെ കഴിയുന്ന രേവതി ചേച്ചിക്ക് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു അവാർഡ് തന്നെ കൊടുക്കണമെന്നും വർഷ പറയാം. രേവതി ചേച്ചിയോട് ചോദിച്ചാൽ ഹാപ്പിയാണെന്നേ പറയൂ. സച്ചേട്ടനെ പോലെ ഒരു ക്യാരക്ടറുടെ കൂടെ ജീവിക്കണമെങ്കിലും കുറേ അഡ്ജസ്റ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചേച്ചി എന്തായാലും ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ വർഷ പറയണു. അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. ഞാനായിരുന്നെങ്കിൽ ഒരു വർഷം കിടക്കും എന്നുള്ളത് സംശയമാണെന്നൊക്കെയാണ് വർഷ പറയണേ. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചയെ നോക്കുക. അച്ചമ്മയ്ക്കും രവിയേട്ടനൊക്കെ അത് വല്ലാത്തൊരു ഇൻസൾട്ട് പോലെയൊക്കെ തോന്നുക കേട്ടോ. എന്തായാലും രണ്ടുപേർക്കും നല്ലത് വരട്ടെ, ബെസ്റ്റ് വിഷസ് എന്ന് നമ്മുടെ വർഷ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞു. അപ്പോൾ ലവ് യു ചേച്ചി എന്ന് പറഞ്ഞ് വർഷം ഓടിച്ചെന്ന് രേവതി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. ഒന്നും ചന്ദ്രമതിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. പല്ലും ഒക്കെ കടിച്ചു പറിച്ചൊക്കെ ചന്ദ്രമതി അവിടെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അതേ എനിക്കാണ് അവാർഡ് തരേണ്ടതെന്ന് അവൾക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ എങ്ങനെ എന്ന് രേവതി ഒന്നുമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ രവിയേട്ടനോട് പറയാൻ പറഞ്ഞു. ഞാൻ എന്ത് പറയാനാന്ന് ചോദിക്കുമ്പോൾ, നീ പറയണം, നിന്റെ മക്കളെക്കുറിച്ച് നീ പറയണം രവി, ഇപ്പോഴാ ഇതൊക്കെ പറയേണ്ടതെന്ന് അച്ഛമ്മ പറയാം, ഞങ്ങൾക്ക് കേൾക്കട്ടെ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന്. ആ സമയത്ത് ഇവർ രണ്ടുപേരും
ഇവർ രണ്ടുപേരെയും കൂടി ഒന്നിപ്പിച്ചത് ദൈവമാണെന്നും ഇഷ്ടമല്ലാത്ത രണ്ടുപേരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുമ്പോൾ നാളെ എന്താകും എന്നൊരു പേടി ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേ ആ പേടിയൊക്കെ അങ്ങ് പോയെന്നും ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ കഴിയാനായിട്ട് പഠിപ്പും പണവും സൗന്ദര്യവും ഒന്നും നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മാത്രം മതിയെന്ന കാര്യവും പറഞ്ഞു. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക കേട്ടോ. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇവരെ രണ്ടുപേരെയും ചൂണ്ടിക്കാണിക്കാം നമുക്കെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ ഇവർ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നിടത്തും ചന്ദ്രമതിക്ക് തുടരെ പണികൾ മാത്രം കിട്ടുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.